ഹലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സേഫായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി വരുന്ന വ്ളോഗൊക്കെ കല്യാണം റിലേറ്റഡ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത് കല്യാണത്തിൻ്റെ ഷോപ്പിംഗ് വ്ളോഗാണ്. ഒരു 6-7 ദിവസത്തെ ഷോപ്പിങ്ങിന് പോയ കുറച്ച് വീഡിയോസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ പോയിട്ട് ഇറങ്ങിയിട്ട് നേരെ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ അമ്മയുടെ അടുത്ത് ഞാൻ ആർക്കേൽ ഡ്രസ്സ് എടുക്കാൻ പോകാനാണ് പറഞ്ഞത്. പക്ഷേ അമ്മ പോയത് ആർക്കെ മാളിലും ഞാൻ പോയത് ആർക്കെ വെഡ്ഡിങ് മാളിലും ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം ആളെ കാണാനില്ലാതെ ഞാൻ കുറേ ഓടി. ലാസ്റ്റ് കിട്ടി അമ്മേനെ. പിന്നെ നമ്മൾ വാവയ്ക്കാണ് ഡ്രസ്സ് എടുത്തേ. അവയ്ക്ക് 3 ഫ്രോക്കും കുറച്ച് ഷോക്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. പിന്നെ അന്നത്തെ ദിവസം അത് മാത്രമേ നടന്നുള്ളൂ. ഇനി ഞാനും വാവയും കൂടി തിരിച്ച് വീട്ടിലോട്ട് പോയി. അമ്മയ്ക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനായതുകൊണ്ട് അമ്മ സിറ്റിയിൽ ബാക്കി സാധനങ്ങൾ മേടിച്ച്. പിന്നെ സെക്കൻഡ് ഡേ പോകുമ്പോൾ ഞാനും അമ്മയും വാവയും കൂടിയിട്ട് എൻ്റെ വണ്ടിയിൽ തന്നെയാണ് പോയത്. അതാകുമ്പോൾ നമുക്ക് കുറേ കടകളിൽ പോകാൻ എളുപ്പമല്ലേ. അതുദ്ദേശിച്ച് നമ്മൾ എൻ്റെ വണ്ടിയിലാണ് ഇറങ്ങിയത്. ഇറങ്ങാൻ നേരത്ത് വാവ നല്ല ഉറക്കമായിരുന്നു. പിന്നെ വെയിലൊക്കെ കുറച്ച് താഴ്ന്നിട്ടാണ് നമ്മൾ പോയത് തന്നെ. വൈകിട്ടായിരുന്നു. പിന്നെ അത് നമ്മൾ പോയത് രാമചന്ദ്രനിലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സുകളൊന്നും നമുക്ക് അവിടെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അവിടുത്തെ ഡ്രസ്സ് എടുപ്പും അന്ന് നടന്നില്ല. പിന്നെ അവിടെ ഫുഡ് കോർട്ടിൽ പോയി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അന്നത്തെ ഷോപ്പിംഗ് ഒന്നും നടക്കാതെ തിരിച്ച് വന്നു. പിന്നെ നമ്മൾ 3-ാമത്തെ ദിവസം പോയപ്പോൾ ചേട്ടനെയും കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടുപോണേ. അത് നമ്മൾ വെള്ളായണിയിലെ പോത്തീസിലാണ് പോയത്. ഇനിയിപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ എന്ന് കരുതി അവിടെ അമ്മയ്ക്ക് സാരി എടുക്കാനായിട്ട് നമ്മളവിടെ പോത്തീസിൽ പോയി. അപ്പോൾ ഫസ്റ്റ് എല്ലാം പറക്കിയിടുന്നതിന് മുന്നേ തന്നെ ഒരെണ്ണം കണ്ടിഷ്ടപ്പെട്ട്. എന്നാലും അവിടുത്തെ ആ ചേട്ടൻ കുറേ സാരി കൂടി പറക്കിയിട്ടിട്ട് പറഞ്ഞു ഏത് വേണമെങ്കിലും എടുത്തോളൂ. അപ്പോൾ നമ്മൾ പിന്നെ ആ സാരിക്ക് മറ്റേ സംഭവമൊക്കെ കെട്ടണമല്ലോ, കുഞ്ചല, അതൊക്കെ ആൾ കെട്ടിത്തന്നു. അതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സ് നോക്കി. അതും കിട്ടിയായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നമുക്കത് റിസപ്ഷൻ്റെ വീഡിയോയിൽ കാണാം. പിന്നെ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ മേടിക്കാനുണ്ടായിരുന്നു വീട്ടിലത്തേക്കുള്ള. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അന്നത്തെ ഷോപ്പിങ്ങും നമ്മളങ്ങനെ അവിടെ ക്ലോസ് ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി എവിടെ കിടന്നാലും ആ ഹോട്ട് വീൽസ് കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വണ്ടീനെ തിരിച്ചറിയുന്നത്, നമ്മളായാലും പുറമേ ഉള്ളവരായാലും. അപ്പോൾ ഇതാണ് നമ്മുടെ 3-ാമത്തെ ഡേ, 3-4 ഡേ, ഏതോ ഒരു ഡേ. ഇനി അടുത്ത 4-ാമത്തെ ദിവസമാണ് നമ്മൾ അടുത്ത ഷോപ്പിങ്ങിന് പോണേ. ഇത് കുറച്ച് ചെരുപ്പ് വാങ്ങാനായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ആർക്കി വന്നപ്പോഴും ചെരുപ്പ് നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. എൻ്റെ സൈസിന് അവിടെ ചെരുപ്പില്ലായിരുന്നു. ഒന്നുകിൽ ചെറുത് ഇല്ലെങ്കിൽ വലുത്. എൻ്റെ കറക്റ്റ് അളവിന് ഒരെണ്ണം പോലും കിട്ടിയില്ല. പക്ഷേ ഞാൻ ഈ ഇട്ടിരുന്ന ചെരുപ്പ് ഞാൻ നേരത്തെ കണ്ടു. പക്ഷേ എനിക്ക് അങ്ങോട്ട് കംഫോർട്ടല്ലായിരുന്നു. എന്നാൽ എൻ്റെ സൈസായിരുന്നതുകൊണ്ട് ഞാൻ 2ാമത് പോയിട്ടും അത് തന്നെ എടുത്തുകൊണ്ട് വന്നു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ ഞാൻ എടുത്തു. പിന്നെ വേറൊരു ദിവസം പോയിട്ട് നമ്മൾ കുറച്ച് റെൻ്റൽ എടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇതുവരെയ്ക്കും ചേട്ടൻ അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ വേറെ ഒരു ദിവസം നമ്മൾ ചേട്ടനും ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി. അത് സംഗീതേച്ചിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ ഒട്ടും ടൈമില്ലാത്തത് കൊണ്ട് ഞാൻ ട്രെൻഡ്സിലായിരുന്നു നമ്മൾ പോയത്, കരമനയുള്ള. അപ്പോൾ അവിടുന്ന് ഒരു 3 ഷർട്ട് എടുത്തു. അതെന്തോ ഭാഗ്യമായിരുന്നു ചേട്ടൻ്റെ അളവിന് കിട്ടിയതും ആ 3 എണ്ണം. കുറേ ഇട്ട് നോക്കി, എല്ലാം ഒന്നെങ്കിൽ ഓവർ സൈസ് ഇല്ലെങ്കിൽ സ്മോള് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കറക്റ്റ് അളവിന് കിട്ടിയ 3 എണ്ണം എടുത്തും കൊണ്ട് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് അങ്ങനെ ക്ലോസ് ചെയ്തു. ഇനി ഒന്നും വാങ്ങാനില്ലെന്നാണ് തോന്നണേ. അങ്ങനെ വെഡ്ഡിങ്ങിൻ്റെ ഷോപ്പിംഗ് ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഇവ നമ്മളെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എവിടെയോ പോയ 2 എണ്ണം ഇപ്പോൾ തിരിച്ചെത്തും എന്ന് പറഞ്ഞുള്ള ഫേസിലാണ് ഇവ ഇരുന്നത്. കണ്ടപ്പോഴത്തേനും ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു, എന്തോ കൊണ്ടുവന്നു എന്നൊക്കെ. എന്നെക്കാളും അവൾക്ക് കൂടുതൽ ഇഷ്ടം ചേട്ടൻ്റെ അടുത്താണ്.
ചില സമയത്തും ചേട്ടനേക്കാളും ഇഷ്ടം എൻ്റെ അടുത്താണ്. ഇപ്പോൾ വണ്ടിയൊക്കെ വരുമ്പോൾ വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുമ്പം ഇങ്ങനെ നോക്കും, ശ്രദ്ധിച്ചൊക്കെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.